ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ ഹിയർ യുവർ സൺസ്പോട്ട് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കോഹയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ കലണ്ടറിൽ എന്തോ ഒരു മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡേറ്റ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മയാണെങ്കിൽ ആ മീറ്റിംഗ് ക്യാൻസലായി എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ അത് പറ്റിയെന്ന് വെച്ചപ്പോൾ അത് പിന്നെ കുക്കിംഗ് ക്ലാസ്സിൽ ഒരു റിസർവേഷൻ എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഓക്കെ, പിന്നെ അച്ഛൻ വരത്തില്ല എന്ന് വെച്ചപ്പോൾ ഇല്ല, അച്ഛന് വരാൻ പറ്റത്തില്ല എന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ട്രിപ്പ് പോകാനുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ ട്രിപ്പ് പോകാൻ പോവുക, അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണേ മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാന്ന് പറയുന്നുണ്ട്. കോഹ അപ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് ഒരു കഫേയിൽ വെച്ചിട്ട് കോഹയും തൈച്ചിയും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തൈച്ചിയുടെ അടുത്ത് ഇതുപോലെ കോഹരാമ ട്രിപ്പ് പോകാമെന്നൊക്കെ പറയുമ്പോൾ തൈച്ചി ആണെങ്കിൽ നിൻ്റെ അമ്മ ശരിക്കും അടിച്ച് പൊളിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മർ വെക്കേഷനിൽ എന്താ പരിപാടി എന്ന് കോഹ തൈച്ചിയോട് ചോദിക്കുന്നുണ്ട്. തൈച്ചി അപ്പോൾ ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ തൈച്ചി ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നത് ഒരു കൊറിയർ സർവീസിൽ വർക്ക് ചെയ്യുന്നതാണ്. അതാണെന്ന് ചോദിക്കുമ്പോൾ തൈച്ചി ആണെങ്കിൽ അത് മാത്രമല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ റെസ്റ്റോറൻറ്റ് നോട്ടീസ് കണ്ടല്ലോ, ആ ഒരു നോട്ടീസ് അവിടെ അടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ഫോട്ടോസൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അതായത് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്തെ ഫോട്ടോസാണ് എടുത്ത് കാണിച്ചത്. ആ സമയം കോഹയാണെങ്കിൽ കണ്ടിട്ട് നീ ആണെങ്കിൽ അവിടെ ഓൾറെഡി പോയെന്ന് തോന്നുന്നല്ലോ, പക്ഷെ നീ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, വേറെ ആരെയും കൂടെ അല്ലേ, ആരുടെ കൂടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അവൻ മിഹോയിനെ മീറ്റ് ചെയ്ത സ്ഥലമായിരുന്നു. മിഹോയുമായിട്ടുള്ള കോൺവെർസേഷൻ അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നൊരു സംഭവമല്ല, അത് ഒരു ക്ലാഷ് ആയതാണെന്ന് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ. അതുകൊണ്ട് തന്നെ തൈച്ചിക്ക് അതിനെക്കുറിച്ച് ഓർക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ തൈച്ചിയാണെങ്കിൽ അതൊന്നുമില്ല, അത് വിട്ടേക്കാൻ പറയുന്നുണ്ട്. അതേസമയം കോഹെ അവൻ പ്രിപ്പയർ ചെയ്ത നോട്ടെല്ലാം തൈച്ചിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് കോഹെ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ സാറ് പറയുന്ന നോട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ഏതാണ് പഠിപ്പിക്കാൻ പോകുന്നത് അത് ഓൾറെഡി ഞാനാണെങ്കിൽ കണ്ട് ടെക്സ്റ്റിൽ നിന്നൊക്കെ വായിച്ച് ഒരു പ്രിവ്യൂ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം തൈച്ചാണെങ്കിൽ എൻ്റെ പൊന്നെ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ കോഹയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് അവൻ്റെ ചെവിക്ക് എന്തോ ഒരു പ്രോബ്ലം വരുന്ന പോലെ നമ്മൾ കണ്ടായിരുന്നു. അതേ സെയിം സംഭവം ഇപ്പോൾ ഇവിടെ സംഭവിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ചെവിയിലോ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ട് തൈച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. കോഹയപ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിട്ട് കളയുവാണ്. അതിനുശേഷം അവർ പിന്നീട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സമ്മർ വെക്കേഷൻ ആവുകയാണ്, കുറച്ച് ലീവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന ടൈമിൽ തൈച്ചിയാണെങ്കിൽ ഒന്നുകൂടെ തിരിച്ചു വന്നിട്ട് കോഹയുടെ അടുത്ത് കോഹയെ സമ്മർ വെക്കേഷൻ അടിച്ച് പൊളിക്കാനൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് തൈച്ചിയാണെങ്കിൽ അവൻ നോക്കി വെച്ചിരുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവരാണെങ്കിൽ ഇവനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഓണർ ഇവനും കൂടെയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓണർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓരോ ദിവസവും കടയിൽ സ്പെഷ്യൽ ഡിഷായിട്ട് ഓരോരോ ഡിഷസാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നീ ജോലിക്ക് കയറുന്നതിന് മുമ്പേ തന്നെ ആ ദിവസത്തെ സ്പെഷ്യൽ ഡിഷ് ഏതാണെന്ന് നോക്കി വെച്ചിട്ട് വേണം കയറാൻ. കാരണം കസ്റ്റമേഴ്സ് ചോദിക്കും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഇതാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള പയനായതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ കയറുമ്പോൾ തന്നെ വെൽക്കം വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ അങ്ങോട്ട് ചാടി ഓടിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. കോഹൈ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ ഇരുന്ന് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കോഹയുടെ അടുത്ത് നീയാണെങ്കിൽ ഇപ്പോൾ വല്ലാണ്ട് മടിയാവുന്നുണ്ട്, വെക്കേഷനായപ്പോൾ ഇങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാതെ ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വാ, ഫെസ്റ്റിവൽ സ്റ്റാർട്ടാവല്ലേ, നീ പോയിട്ട് വരാൻ പറയുന്നുണ്ട്. ആ സമയം കോഹെ അതൊന്നും വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്താ നീ നിൻ്റെ ഫ്രണ്ടിനെയും കൂടെ വിളിക്കുക, നീ ഇപ്പോൾ എപ്പോഴും സംസാരിക്കുന്നൊരു പയ്യനില്ലേ അവനെയും കൂടെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. കോഹെ പാലിച്ചിട്ട് വേണ്ട, അവന് വർക്ക് കാണും, അവനിങ്ങനെ ശല്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ ഒന്ന് ചോദിച്ചു നോക്കുന്നത് ചിലപ്പോൾ സമ്മതിച്ചാലോ, എങ്കിൽ നിങ്ങളുടെ പോയിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ കോഹെ ഒന്ന് ആലോചിച്ചിട്ട് തൈച്ചിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതേസമയം തൈച്ചി പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ നിൽക്കുമായിരുന്നു. ആ സമയം കോഹയുടെ മെസ്സേജ് കാണുന്നത്. അങ്ങനെ അവൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. റിപ്ലൈ വരുമ്പോഴത്തേക്കും കോഹ അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്താണ് റിപ്ലൈ എന്നൊന്നും കാണിക്കാനുള്ളത്, പക്ഷേ കാണുമ്പോൾ അവന് ചെറിയൊരു സന്തോഷമാവുന്നുണ്ട്. അത് കണ്ടിട്ട് അമ്മ എന്തു പറ്റി, നിൻ്റെ ഫ്രണ്ട് നിൻ്റെ കൂടെ വരാൻ സമ്മതിച്ചോ, നിന്നെ കാണാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന തൈച്ചീനെയാണ്. അവനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവനിങ്ങനെ അവിടുത്തെ ഓണറിന് അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോഹനെ കാണിക്കുമ്പോൾ അവനും അവൻ്റെ അമ്മേനെ കേക്കോ എന്തോ സംഭവം എന്തോ ബേക്ക് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം വീണ്ടും കോഹയ്ക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലെ അവൻ്റെ ചെവിയിലെന്തോ വേദന പോലെ അവന് തോന്നുവാണ്. അങ്ങനെ അവനാണെങ്കിൽ അമ്മയുടെ അടുത്ത് എനിക്കിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം അമ്മ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ടിട്ട് കുറേ നാളായില്ലേ, ഒന്ന് ചെക്കപ്പിന് പോകാനായിട്ട് പറയുന്നുണ്ട്. അവനിപ്പോൾ ഓക്കെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് കോഹെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ അവൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവനകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ഓൾറെഡി റെക്കോർഡിലുള്ളത് ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം അവനൊരു ചെറിയ റൂമിൻ്റെ അകത്തിരുത്തിയിട്ട് ഇപ്പോൾ ഒരു ഹിയറിംഗ് ടെസ്റ്റ് നടത്താൻ പോകാൻ ഈ ഒരു ഹെഡ്ഫോൺ വെക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഹിയറിംഗ് എയ്ഡ് ഊരി വാങ്ങിച്ചിട്ട് ആ ഒരു ഹെഡ്ഫോൺ അവൻ വയ്ക്കുവാണ്. അതിനുശേഷം അവൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് തന്നെ അവൻ ഇങ്ങനെ പ്രസ് ചെയ്ത് അവന് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് സംഭവമൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഡോക്ടർ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയാണ് നിൻ്റെ കേൾവി ശക്തി ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസം അത് നല്ലപോലെ കുറഞ്ഞ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്തെന്ന് വെച്ചപ്പോൾ അതിപ്പോൾ കറക്റ്റ്
പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും അടുത്ത ആഴ്ചത്തേക്ക് നിനക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ ഇപ്പോഴേ ഫിക്സ് ചെയ്യാം. പിന്നെ നീ ഇപ്പോൾ ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റാത്ത ഒരാളായി മാറുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഡോക്ടർ പോകുന്നു. അപ്പോൾ അങ്ങനെ മോശം കാര്യമൊന്നും ചിന്തിക്കേണ്ട, ഒട്ടും ടെൻഷനാകാൻ വേണ്ട. ടെൻഷനായി കഴിഞ്ഞാൽ കണ്ടീഷൻ വഷളാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ വന്നിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് തൈച്ചി അവനോട് സംസാരിക്കുന്നതും അവൻ്റെ വോയിസും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് കോഹൈ സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു ദിവസം എൻ്റെ കേൾവിശക്തി പോയി കഴിഞ്ഞാൽ അവൻ്റെ സൗണ്ട് പിന്നെ എനിക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമല്ലേ എന്നിങ്ങനെ. ആ സമയമാണ് അങ്ങോട്ടേക്ക് തൈച്ചിയുടെ ഒരു ഫ്രണ്ടും വരുന്നത്. അവനങ്ങനെ നമ്മുടെ കോഹേനെ കാണുമ്പോൾ കോഹയുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട്, എൻ്റെ അങ്കിൾ ഇവിടെ ഹോസ്പിറ്റലില്ല, നീയും ആരെങ്കിലും കാണാൻ വന്നതാണെന്ന് ചോദിച്ചപ്പോൾ കോഹയെ അങ്ങനെയൊന്നുമല്ല, അങ്കിളിന് ഇപ്പോൾ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഓക്കെ, പിന്നെ നീയും മിഹോയും തമ്മിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു, അവളും ഇനിയിപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം മിഹോ എന്ന് പറയുമ്പോൾ ഇവൻ ആദ്യം മനസ്സിലാവുന്നില്ല. ആ സമയം തൈച്ചിയുടെ ഫ്രണ്ട്, അത് പിന്നെ എൻ്റെ കസിൻ ആ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലേ, അല്ല നീയും അവൾ സംസാരിക്കാറൊന്നുമില്ലേ, നിനക്കപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹെ എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ മിഹോയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു, അപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മിഹോ തൈച്ചിയുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തൈച്ചി നിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കോഹയും എന്താ സംഭവം എന്നുള്ള ഇതിൽ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം തൈച്ചിനെ കാണിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ പാർട്ട് ടൈം ജോബ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ കോഹയുടെ കൂടെ ഫെസ്റ്റിവലിന് പോയായിരുന്നു ഇന്നുമാണ്. അതാണെങ്കിൽ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ. അങ്ങനെ മഴ പെയ്യുന്നതിട്ട് ഓണറാണെങ്കിൽ ഇനിയിപ്പോൾ നീ എങ്ങനെ പോകുന്നു വെച്ചപ്പോൾ തൈച്ചി അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് മഴേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോഹനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ മഴയത്തോടെ നടന്നു വരുമ്പോൾ തൈച്ചി മെസ്സേജ് അയച്ചിട്ട്, നല്ല മഴ പെയ്യാണല്ലോ, നമ്മളെങ്ങനെ പ്ലാൻ ചെയ്ത പോലെ ഫെസ്റ്റിവലിന് പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹ തിരിച്ച് എന്തൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ ഈ തൈച്ചി വർക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അത് എഴുതിയിരുന്നത് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നായിരുന്നു. അങ്ങനെ മഴയത്ത് തനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ഉടനെ തന്നെ തൈച്ചി ഓണറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ കുടയെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കോഹയിൽ കുട ഉണ്ടായിരുന്നില്ല, അവൻ നനഞ്ഞുകൊണ്ടായിരുന്നു നിൽക്കുന്നത്. അങ്ങനെ അത് കണ്ടിട്ട് തൈച്ചി ചെന്ന് അവന് കുട പിടിച്ച് കൊടുത്തിട്ട്, നീ എന്തിനാ മഴയത്ത് കയറുന്നത്, നിനക്ക് വയ്യാതാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ റോഡിൻ്റെ അവിടെയുള്ള ടണൽ പോലുള്ളൊരു വഴിയിൽ നിൽക്കുവാണ്. ആ ഒരു സീനാണ് നമ്മൾ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിലേ കാണുന്നത്. അങ്ങനെ അവരവിടെ നിൽക്കുന്ന ടൈമിൽ നമ്മൾ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ തന്നെ കോഹയാണെങ്കിൽ തൈച്ചിയുടെ അടുത്ത്, നിന്നെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു, കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നീ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അതുപോലെ തന്നെ ഫുഡ് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു, നീ ചിരിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് തൈച്ചി നീ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് കോഹയാണെങ്കിൽ, പക്ഷേ എനിക്ക് ദേഷ്യം വരുക, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഫ്യൂച്ചറിൽ നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരത്തില്ല, എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തൈച്ചിയാണെങ്കിൽ കോഹ ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. അതേസമയം കോഹയ്ക്ക് വീണ്ടും ചെവിയിൽ എന്തോ പോലെ തോന്നിയിട്ട് അവനവൻ്റെ രണ്ട് ചെവിയും പൊത്തിപ്പിടിക്കുന്നുണ്ട്. ആ സമയം തൈച്ചയുടെയും കോഹയുടെ അടുത്ത്, കോഹ നിനക്ക് എന്താ പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിനക്ക് വയ്യെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം കോഹെ, നീയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ ഫസ്റ്റ് ടൈം പോയത് മിഹോയുടെ കൂടെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവൻ്റെ ഫ്രണ്ട് മിഹോയിനെ പറ്റി ഹോസ്പിറ്റലിൽ സംസാരിച്ചപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സമയം തൈച്ചയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് മിഹോയുടെ കൂടെയാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ അവൻ പോയെന്ന്. അപ്പോൾ തൈച്ചയാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ വീണ്ടും കോഹ അവനോട് ചോദിക്കുന്നുണ്ട്, അവളുടെ കൂടെയാണ് പോയെന്ന്, എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന്. ആ സമയം അവൻ അത് പിന്നെ പറയാൻ പറ്റിയില്ല, സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം നിങ്ങളുടെ എന്താ സംസാരിച്ചത്, എനിക്കത് അറിഞ്ഞേ പറ്റി പറയാൻ പറയുമ്പോൾ തൈച്ചിയാണെങ്കിൽ മിഹോയായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതിൽ മിഹോ തൈച്ചിയുടെ അടുത്ത് പറഞ്ഞത് താൻ വായിച്ച ബുക്കിലുള്ള കഥാപാത്രം പോലെയാണ് ഇപ്പോൾ തന്നെയും കോഹേനെയും കണ്ടു കഴിഞ്ഞാൽ അവന് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷേ അവന് വേണ്ടിയിട്ട് ജീവിതം മൊത്തം മാറ്റി വയ്ക്കുന്ന നായിക അതുപോലെ ഞാനായി മാറുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കോഹയുടെ ലൈഫ് ഒരു കഥ പോലെ കണ്ടിട്ട് നായികയാവാൻ വേണ്ടി മാത്രം അവളിങ്ങനെ കാണിക്കുന്നുണ്ടിട്ട് ദേഷ്യം വന്നിട്ടാണ് തൈച്ചി അവളോടൊന്ന് ദേഷ്യപ്പെട്ടത്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരുപക്ഷെ അവൾ കോഹേനെ സ്നേഹിക്കുന്നത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോഹയ്ക്ക് അവൾ ഇത്രയും സ്നേഹം കൊടുക്കാൻ നിൽക്കുന്നത് ആ ഒരു ബുക്ക് വായിച്ച് ഒരുപക്ഷെ ഇൻസ്പയർ ആയതുകൊണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് തൈച്ചയാണെങ്കിൽ കോഹേനെ വിഷമിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട് അവനാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റത്തില്ല എന്താ സംസാരിച്ചതെന്ന്, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. എന്നാൽ കോഹയ്ക്ക് റീസൺ അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ തൈച്ചി മനഃപൂർവ്വം അവളുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ഇവൻ്റെ അടുത്തുനിന്ന് മറച്ചു വയ്ക്കുകയാണ്. തന്നെ അവോയ്ഡ് ചെയ്യാണ്, തൻ്റെ അടുത്തൊന്നും പറയത്തില്ല എന്ന് എഴുതിയിട്ട് ഒന്നും മിണ്ടാതെ കോഹ അവിടെ നിന്ന് ഇറങ്ങി ഓടി പോവുകയാണ് മഴയിൽ നനഞ്ഞുകൊണ്ട്. അങ്ങനെ കോഹയാണെങ്കിൽ നനഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി വരുമ്പോൾ അവനിങ്ങനെ നനഞ്ഞിരിക്കുന്ന കണ്ടിട്ട് അവൻ്റെ അമ്മ ഓടിപ്പോയി ഒരു ടവർ എടുത്തുകൊണ്ട് വന്നിട്ട് അവന് തലയൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മറ്റൊരു ദിവസമുണ്ട്. രാവിലെ തന്നെ തൈച്ചി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ്റെ ഫോണിൽ എന്തോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ബാഗ് കൊടുത്ത് ഇറങ്ങുന്നുണ്ട്. ആ സമയം മുത്തശ്ശനാണെങ്കിൽ പാർട്ട് ടൈം ജോലിക്ക് പോകുകയാണെന്ന് വെച്ചപ്പോൾ, അല്ല മുത്തശ്ശ, വെക്കേഷൻ കഴിഞ്ഞ് പുതിയ സെമസ്റ്റർ ഇന്നാ സ്റ്റാർട്ടാവുന്നത്, ഞാൻ കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് സ്പീഡിന് പോകുന്നുണ്ട്. ആ സമയം കോഹയെ അയച്ച മെസ്സേജസ് ആണെന്ന് തോന്നുന്നു, നമുക്കൊരു വോയിസ് ഓവർ പോലെ കേൾപ്പിക്കുന്നുണ്ട്. അതായത് കോഹയാണെങ്കിൽ തൈച്ചിയോട് പറയുകയാണ്, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നിൻ്റെ മെസ്സേജസ് ഞാൻ മനഃപൂർവ്വം റിപ്ലൈ തരാതിരുന്നതൊന്നുമല്ല, അതല്ലാണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായി പോയതുകൊണ്ട് ഞാൻ റിപ്ലൈ തരാത്തതെന്നൊക്കെ പറയാണ്.
ആ ഒരു മെസ്സേജ് കണ്ടിട്ടായിരിക്കാം ഇപ്പോൾ തയ്ച്ച് വീട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് പാങ്ങി ഇപ്പോൾ കോളേജിലോട്ട് വന്നത്. അങ്ങനെ കോളേജ് വരുമ്പോൾ തന്നെ അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് നിങ്ങൾ കോഹേനെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇല്ലയെന്ന് പറയുന്നതുകൊണ്ട് തന്നെ തയ്ച്ച് സ്പീഡിന് കോളേജ് മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ കോളേജിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ പോയി നോക്കുന്നുണ്ട്. എന്നാൽ ഒരിടത്തും വെച്ച് കോഹേനെ കാണുന്നില്ല. അതേസമയം കോഹേനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ശരിക്കും ഇപ്പോൾ ഒരു നോട്ട് ടേക്കറിനെ അവന് വേണമെന്നുള്ളതുണ്ട്. അതായത് തയ്ച്ചിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് അവൻ മാറ്റുവാണ്. അവരുടെ കോളേജിൽ തന്നെ ഇതുപോലെ കേൾവിശക്തിക്ക് പ്രശ്നമുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ട് നോട്ട് ടേക്കിംഗ് പഠിച്ച പിള്ളേരെ ഏൽപ്പിച്ച് കൊടുക്കൂ എന്നുള്ളതിൻ്റെ ഒരു ഓഫീസുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ ഒരു ഓഫീസിലൊന്ന് ജോയിൻ ചെയ്തായിരുന്നു മുമ്പ് തയ്ച്ചിനെ അവൻ ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു ഓഫീസിൽ ചെന്നിട്ട് അവനാണെങ്കിൽ തനിക്ക് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു നോട്ട് ടേക്കറിനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പോവാണ്. അതേസമയം കോഹെ പറയുന്ന വോയിസ് ഓവറും കേൾപ്പിക്കുന്നുണ്ട്. അതായത് തയ്ച്ചി, ഞാനാണെങ്കിൽ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യാൻ വരത്തില്ല, നിൻ്റെ അടുത്തോട്ട് പോലും ഞാൻ നിന്നെ ശല്യം ചെയ്യാനും ഒന്നിനും വരത്തില്ല. അതുകൊണ്ട് എന്നെ ഇത്രയും കാലം ഹെൽപ്പ് ചെയ്തതിനും കൂടെ നിന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ നോട്ട് ടേക്കർ എന്നുള്ള സ്ഥാനത്ത് നിന്നെ പിടിച്ച് നിർത്തിയതിനും സോറി. ഞാൻ ഒരു പുതിയ നോട്ട് ടേക്കറിന് വേണ്ടിയിട്ട് ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് എനിക്ക് പുതിയൊരു നോട്ട് ടേക്കറായിരിക്കും ഉണ്ടാവുക. എല്ലാ ഹെൽപ്പിനും താങ്ക്സ് എന്ന് പറയുകയാണ്. ഈ പറഞ്ഞ വോയിസ് ഓവറെല്ലാം മേ ബി കോഹെ തയ്ച്ചിക്ക് മെസ്സേജായിട്ട് അയച്ച സംഭവങ്ങളായിരിക്കാം. അത് കണ്ടിട്ടായിരിക്കാം തയ്ച്ച് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്പീഡിന് വന്നതും. അതെന്തായാലും എന്താണെന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഈ ഒരു വോയിസ് ഓവറും കേൾപ്പിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.